പത്തനംതിട്ട കോയിപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. പത്തനംതിട്ട അഡീഷണൽ SP-ക്കാണ് അന്വേഷണ ചുമതല. കുടുംബം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് 22-നാണ് വടയന്നൂർ സ്വദേശി KM സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 16-നാണ് കഞ്ചാവ് വീട് വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച ഇയാളെ 19-ാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പിന്നീട് 22-ന് കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഞ്ചാവ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കോയിപ്പുറം പോലീസുകാർ പിടിക്കുന്നത്. ആരോപണം ഇപ്പോൾ ഉന്നയിച്ചതിൽ അന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് നമ്മളവിടുന്ന് ആ ബോഡി നമ്മൾ ഹാങ് ചെയ്തെടുത്തിന് ഇറക്കുന്ന സമയം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇതിനകത്ത് ഇത്തിരി മർദ്ദനമുണ്ട്, നട്ടലിന് പൊട്ടലായിട്ട് ഇപ്പം റിപ്പോർട്ടിനകത്തുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. സുരേഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞതായും ശരീരമാസകലം ചൂരലടിയേറ്റ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ സംഭവത്തിലും കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. 2 പേര് വീടിൻ്റെ കഥൻ്റെ അവിടെ നിന്ന് വാവു എന്ന് വിളിച്ചു. ഒരാൾ വെളിയിൽ നിൽക്കുമായിരുന്നു. വിളിച്ചിട്ട് ഇവനെ എന്തോന്ന് വിളി കേട്ട് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങളുണ്ടായിട്ടും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തത്. 24 പത്തനംതിട്ട.